നമസ്കാരം. വർത്തമാന കേരളത്തിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വർത്തമാന കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വർത്തമാന കേരളം കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നടത്തിയ പര്യടനം, ഒരു സർവേ, പൊതുവെ ജനങ്ങളോട്, നിഷ്പക്ഷരായവരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും ഒക്കെ നടത്തിയ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ പാർലമെന്റിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ഏകദേശ ഒരു കണക്ക് പറച്ചിലുകളും കണക്ക് കൂട്ടലുകളും നടത്തിയതിൻ്റെ ഒരു വിശദമായ ഒരു ചർച്ചയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2009 തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കണക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. VS സുനിൽകുമാർ, അതുപോലെ K മുരളീധരൻ, സുരേഷ് ഗോപി. ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും അവസ്ഥ, തൃശ്ശൂർ ജനങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ, അത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം K മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ K കരുണാകരന്റെ മകൻ, കറകളഞ്ഞ മതേതരവാദിയായ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ആരാണ് ഏറ്റവും വലിയ മതേതരവാദിയായ രാഷ്ട്രീയ നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കാലത്തും എടുത്തു പറയേണ്ട പേരാണ് K കരുണാകരൻ എന്ന് പറയുന്ന 100% മതേതരവാദിയായ ഒരു നേതാവാണ് K കരുണാകരൻ. ആ K കരുണാകരന്റെ മകൻ നേമത്ത് BJPയെ മുട്ടുകുത്തിച്ച, എന്നും BJPക്കാർക്ക് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഭയപ്പെടുന്ന, എവിടെയൊക്കെ സംശയമുണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി. ഒന്നില്ലെങ്കിൽ മുരളീധരൻ ജയിക്കും, അതല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാനുള്ള, വോട്ട് നേടാനുള്ള ശക്തനായ കരുത്തനായ ഒരുപക്ഷെ കേരള ജനസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത്, ഇനിയെപ്പോൾ എന്തെങ്കിലും UDF അധികാരത്തിൽ കയറുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി K മുരളീധരൻ ആവണമെന്ന് കേരള ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ്സുകാർ അത് സമ്മതിക്കില്ല. കോൺഗ്രസ്സുകാർക്ക് മുരളീധരനെ പരമാവധി ചവിട്ടിക്കൂട്ടി ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ നല്ലൊരു കഴിവുള്ള ഒരു നേതാവാണ് K മുരളീധരൻ. അങ്ങനെയുള്ള ഒരു മുരളീധരൻ മത്സരിക്കുന്നു. തൃശ്ശൂരിലെ മണ്ണും മനസ്സും ഒരുപോലെ തിരിച്ചറിഞ്ഞ VS സുനിൽകുമാർ, അദ്ദേഹം അതായത് തൻ്റെ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയകാലത്തും ഒരു സാധാരണക്കാരനെ പോലെ കൈലിമുണ്ടും ടീഷർട്ടും തോർത്തു തലയിലും കെട്ടി പാടത്തും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തൊക്കെ ഇറങ്ങി ജനങ്ങളോടൊപ്പം, നാട്ടുകാരോടൊപ്പം, യുവാക്കളോടൊപ്പം യുവത്വത്തിന്റെ നിറകുടമായി നിന്ന ഒരു നേതാവ് തൃശ്ശൂരിൽ ആർക്കും എതിരെ അഭിപ്രായമില്ലാത്ത VS സുനിൽകുമാറും, സുരേഷ് ഗോപി എന്ന് പറയുന്ന കൊല്ലം ജില്ലക്കാരനായ സുരേഷ് ഗോപിയും, പ്രശസ്ത സിനിമ നടനും കൂടാതെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി, സിനിമാ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു മാതൃകാ പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും. തനിക്ക് കിട്ടിയ വേതനങ്ങളിലെ ഭൂരിഭാഗം പങ്കും അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിരുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ഗോപി. ഒരുപക്ഷെ സുരേഷ് ഗോപി സ്വതന്ത്രനായിട്ടാണ് തൃശ്ശൂർ മത്സരിക്കുന്നത് എങ്കിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടെ തൃശ്ശൂർ MP ആയി 100 തവണ ജയിച്ച് കയറാൻ സാധ്യതയുള്ള, എന്നാൽ BJPക്കാരനായതിന്റെ പേരിൽ, BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നതിന്റെ പേരിൽ 1% പോലും സാധ്യതയില്ലാതായി പോയ ഒരു പാവപ്പെട്ട നന്മ നിറഞ്ഞ സിനിമാ ലോകം മുഴുവൻ ഒരേ സ്വരത്തില് കഴിഞ്ഞ ദിവസം നടന്ന വിജയരാഘവന്റെ ഇന്റർവ്യൂവിലൊക്കെ പറയേണ്ടത് സുരേഷ് ഗോപിയുടെ നേച്ചർ അതാണ്, അദ്ദേഹത്തിന്റെ സംസാര ശൈലി അതാണ്, അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി അതാണ്. പക്ഷെ ഒരുപക്ഷെ ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവായിരിക്കാം. എന്നാലും അദ്ദേഹത്തിന്റെ നേച്ചറിലാണ് അത്. അദ്ദേഹം തികച്ചും കളഞ്ഞ ഒരു ചാരിറ്റി പ്രവർത്തനവും നല്ല മനസ്സുള്ള നല്ലൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞ ഘടകം, BJP എന്ന ഘടകം ഇല്ലെങ്കിൽ കഴിഞ്ഞ 2 പ്രാവശ്യത്തിലും മുമ്പ് തന്നെ ജയിച്ചു പോകേണ്ട ഒരു വ്യക്തിയായ സുരേഷ് ഗോപിയാണ് മത്സര രംഗത്തുള്ളത്. അപ്പോൾ നമ്മൾ മത്സരത്തെ കുറിച്ച് ഒരു വീക്ഷണം നടത്തുമ്പോൾ 2009 കേരളത്തിൽ നടന്ന തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 8,15,862 വോട്ടാണ് പോൾ ചെയ്തത്. ഏകദേശം 69.48% വോട്ട് അന്ന് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഉണ്ടായിരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ അംഗങ്ങളുടെ എണ്ണം ഏകദേശം ഒരു 9 ലക്ഷത്തിന്റെ അടുത്തുണ്ടായിരുന്നു. 9 ലക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന സംഖ്യയായിരുന്നു വോട്ടർമാരുണ്ടായിരുന്നത്. 2014 വന്നപ്പോൾ ഏകദേശം ഒരു 11 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ ഒക്കെ അടുത്ത്
വോട്ടർമാർ 11 ലക്ഷത്തോട് അടുത്ത് വരുന്ന 12 ലക്ഷത്തോടൊക്കെ അടുത്ത് വരുന്ന വോട്ടർമാരുണ്ടായിരുന്ന സാഹചര്യത്തിൽ 72.20% വോട്ട് രേഖപ്പെടുത്തി 9,15,505 വോട്ട് ടോട്ടലായിട്ട് രേഖപ്പെടുത്തിയ രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ തന്നെ 2009 77.92% വോട്ട് രേഖപ്പെടുത്തുകയും 10,41,854 വോട്ട് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കഴിഞ്ഞ പ്രാവശ്യം 77% ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ കേരളത്തിലുള്ള വയനാട്ടിലുള്ള സ്ഥാനാർത്ഥി രംഗപ്രവേശന മത്സരം ഒക്കെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. ഒരു രാഹുൽ തരംഗത്തിലൂടെ 19 സീറ്റും UDFനും 1 സീറ്റ് LDFനും മാത്രമായിക്കൊണ്ട് അടിച്ച് തൂത്തുവാരിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ ഒരു വോട്ടിംഗ് ശതമാനമാണ് കഴിഞ്ഞ 2019. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശ്ശൂർ പോൾ ചെയ്തിട്ടുള്ള വോട്ട് ഏകദേശം 72% വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. 72% വോട്ട് പോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഏകദേശം 9,25,000 ഒക്കെ അടുത്തുള്ള വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോളിംഗ് ശതമാനവും കണക്കും വെച്ച് നോക്കുമ്പോൾ ഒരു രാഹുൽ തരംഗം ഉണ്ടായതിന്റെ ആ ഇമ്പാക്റ്റും പിന്നെ BJPയോടുള്ള ഒരു ശക്തമായ ഒരു എതിർപ്പും ഒക്കെ വെച്ചുകൊണ്ട് ഉണ്ടായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് 95,000 അടുത്ത് ഭൂരിപക്ഷം 95,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് TN പ്രതാപൻ ജയിച്ച് MP ആയത്. 3,23,000 വോട്ടാണ് രാജാജി മാത്യുവിനുണ്ടായത്. രാജാജി മാത്യുവിനെയും BS സുനിൽകുമാറിനെയും തന്തുലനം ചെയ്യുമ്പോൾ ആനയും പേനയും തമ്മിലുള്ള അന്തരമുണ്ട്. രാജാജി മാത്യുവിന് തൃശ്ശൂർ അത്ര പ്രഗത്ഭനല്ല, ആള് പ്രഗത്ഭനാണെങ്കിലും തൃശ്ശൂർ ജനങ്ങൾക്ക് അത്ര താല്പര്യമുള്ള ഒരു വ്യക്തി അല്ലാത്തതിന്റെ പേരിലും സുനിൽകുമാർ എന്ന് പറയുന്ന ജനകീയനായ നേതാവ് ആയതിന്റെ പേരിലുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ വേരിയേഷൻ വരലും. അതുപോലെ തന്നെ സ്മൃതി ഇറാനി മോഡൽ പ്രവർത്തനം നടത്തിയ സുരേഷ് ഗോപി, അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ. സ്മൃതി ഇറാനി മോഡല് 5 വർഷമായി തൃശ്ശൂരിന്റെ മണ്ണില് സൈലന്റ് ആയിട്ട് ഒരു സ്ലീപ്പിംഗ് മോഡില് ഫ്ലൈറ്റ് മോഡിൽ കിടന്നുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങൾ രഹസ്യമായിട്ട് തന്നെ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ട് വളരെ ഭംഗിയായി ഓരോരുത്തരെയും വിഷയങ്ങളെ പഠിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ചുള്ള എല്ലാവിധ സഹായങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നേടിക്കൊടുക്കലുകളും സർക്കാരിൽ നിന്നൊക്കെ നേടിക്കൊടുക്കുന്നതിൽ വളരെ രഹസ്യമായിട്ട് നല്ലൊരു പ്രവർത്തനം സ്മൃതി ഇറാനി മോഡൽ പ്രവർത്തനം നടത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. പക്ഷെ ഇതൊന്നും വാർത്താ മാധ്യമങ്ങളൊന്നും ചർച്ചയിൽ കൊണ്ടുവരാത്തൊരു വിഷയമാണ്. വളരെ ഭംഗിയായിട്ട് ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. അങ്ങനെ സുരേഷ് ഗോപിക്ക് പൊതുജനങ്ങളുടെ മനസ്സിൽ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് പൊതുജനങ്ങളുടെ മനസ്സിൽ അതായത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കാരണം 2-3 തവണ, 3ാമത്തെ തവണയാണ് തൃശ്ശൂർ മത്സരിക്കുന്നത്, 2 പാർലമെന്റും 1 നിയമസഭയും. അങ്ങനെ മത്സരിക്കുന്ന സുരേഷ് ഗോപിയോട് ഒരനുകമ്പ രാജഗോപാൽ ജയിച്ചു കയറിയതുപോലെ ഒരുപാട് കാലങ്ങളോളം മത്സരിച്ച് അവസാനം കേരള ജനത പാവപ്പെട്ട വൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിൽ ഇനി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നിയമത്ത് ഒരു കാരുണ്യത്തിന്റെ വോട്ട് കൊണ്ടാണ് സത്യത്തിൽ അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് നിയമസഭയിൽ ഒരു BJP MLA ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിന്റെ മുന്നിൽ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. വിദ്യാസമ്പന്നരായ മതേതര മൂല്യബോധ്യങ്ങളോടൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന നല്ല മനസ്സുള്ള നല്ല മനുഷ്യരുള്ള കേരളത്തിന്റെ മണ്ണിൽ സാധ്യത BJPക്ക് വളരെ കുറവാണ്. ഇതുവരെ അത് നടന്നിട്ടില്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ആ സ്മൃതി ഇറാനി മോഡൽ വർക്ക് നടത്തിയ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഒരല്പം പൊന്തി വരികയും UDFന്റെ രാഹുൽ ഗാന്ധി തരംഗമില്ലാതിരിക്കുകയും രാജാജി മാത്യുവിന് പകരം BS സുനിൽകുമാർ എന്ന് പറയുന്ന തികഞ്ഞ ജനകീയനായ നേതാവ് വന്നപ്പോൾ ഈ വോട്ട് അതായത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 നിന്നിരുന്ന ഈ വോട്ടിന്റെ സന്തുലിത അവസ്ഥ ഏകദേശം ഈക്വലൈസ് ചെയ്ത അവസ്ഥയിലേക്ക് വരികയാണ്. തൃശ്ശൂർ ആര് ജയിച്ചാലും 10,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടാവൂ എന്ന അവസ്ഥയിലേക്ക് തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ്. ഒരുപാട് പ്രീപോൾ വോട്ടിംഗ് ഇതൊക്കെ പരിശോധിച്ച
ഒരുപാട് വാർത്താ മാധ്യമങ്ങളുടെ പോളിംഗ് ശതമാനമൊക്കെ വെച്ച് കണക്ക് പറച്ചിലുകളിൽ, രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്ക് പറച്ചിലൊക്കെ ഏകദേശം 15,000-10,000 ഒക്കെ ഇടയിലുള്ള ഒരു വോട്ടിനാണ് ആര് ജയിച്ചാലും ജയിക്കൂ എന്നൊരു അഭിപ്രായമാണ് പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലൊക്കെ അപ്പുറം വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണമായിരുന്നു തൃശ്ശൂര് 28,000 വോട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഥി തൊഴിലാളികളായ ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദം അന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വളരെ നിയമപരമായിട്ട് തൃശ്ശൂരിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏകദേശം 30,000 മുതൽ 45,000-ഓളം അടുത്ത് വരുന്ന പുതിയതായി ചേർക്കപ്പെട്ട വോട്ടുകൾ 100% BJPക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള, നിയമപരമായിട്ട് തന്നെ ചേർത്തിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ള മറ്റ് ഇതര സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഇവിടെ അവരുടെ റെസിഡിങ് സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ടൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് തിരിച്ചറിയൽ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം. 100% അത് BJPക്ക് കിട്ടുമെന്നുറപ്പുള്ള BJP പ്രവർത്തകർ ചേർത്തിയെടുത്തിട്ടുള്ള വോട്ട്, ആ വോട്ടും കൂടി സുരേഷ് ഗോപിക്ക് കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രവചനങ്ങൾ ഒക്കെ പ്രീ പോളിംഗ് സ്റ്റാറ്റസ് ഒക്കെ പൊളിച്ചുകൊണ്ട് ഏകദേശം 10,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചു വരാനാണ് സാധ്യത കാണുന്നത്. ഇതാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ. ഈ ഒരു കണക്കുകൂട്ടലുകൾ വർത്തമാന കേരളം കൃത്യമായി മനസ്സിലാക്കിയത് ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട്, പാർലമെന്റിലെ 12 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ നേരിട്ട് കണ്ട് എന്നല്ല, കവലാന്തരം. അതുകൊണ്ടാണ് ഇത്രയും തന്നെ വൈകിപ്പോയതും. വളരെ കൃത്യമായി അന്വേഷണം നടത്തി സ്ത്രീകളായാലും യുവാക്കളായാലും യുവതികളായാലും അതല്ലെങ്കിൽ വൃദ്ധരായാലും വൃദ്ധമാതാക്കളായ ആളുകളായാലും ഒക്കെ അവരുടെ അടുത്തൊക്കെ പോയി അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഒരു കണക്കുകൂട്ടൽ മാത്രമാണ് വർത്തമാന കേരളം അവതരിപ്പിച്ചത്. ഏകദേശം സുരേഷ് ഗോപി ജയിക്കും എന്ന നിലയിലുള്ള ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ൽ താഴെ വോട്ടിന് ജയിക്കും. ഇനിയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാം. തൃശ്ശൂരിൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വർത്തമാന കേരളത്തിൻ്റെ വിശദമായ ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ ചർച്ചകളും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾ, 6ാം ഘട്ടവും 7ാം ഘട്ടവും തെരഞ്ഞെടുപ്പ് ഒക്കെ കുറിച്ച് വിശദമായ വിശകലനം നടത്തിക്കൊണ്ടുള്ള ഉത്തരേന്ത്യയുടെ മനസ്സെങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ചർച്ചയുമായിട്ട് തിരിച്ചു വരുന്നവരെ ഏവർക്കും ഓക്കെ, ബൈ ബൈ.